പശ്ചിമേഷ്യയിൽ സമാധാന ചർച്ചകൾ ഫലം കാണുമെന്ന് കരുതിയിരിക്കെ വീണ്ടും കാര്യങ്ങൾ മാറിമറിയുകയാണ്. ഇറാനിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തി സൈനിക കേന്ദ്രങ്ങൾ തകർത്തു എന്നതാണ് റിപ്പോർട്ട്. ഇതിന് ഉടൻ തന്നെ തിരിച്ചടിയുമുണ്ടായി. അമേരിക്കൻ സൈനിക താവളത്തെ ലക്ഷ്യമിട്ട് തിരിച്ചടിച്ചതായി ഇറാനും വ്യക്തമാക്കിയിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുള്ള പ്രദേശത്ത് ഒരാഴ്ചക്കിടെ ഉണ്ടായ മൂന്നാമത്തെ പ്രധാന സംഘർഷമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. സമാധാനം ഇനിയും ഏറെ അകലെയാണോ എന്ന സംശയമാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നൽകുന്നത്. അതാണ് ആദ്യം നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമുണ്ടായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ, ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലേക്ക് നയിച്ച ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ MQ-1 ഡ്രോൺ സമുദ്രാതിർത്തിയിൽ വെച്ച് ഇറാൻ കഴിഞ്ഞ ദിവസം വെടിവെച്ചിട്ടതാണ്. ഇറാന്റെ സമുദ്രാതിർത്തി ലംഘിച്ചെത്തിയ നിരീക്ഷണ ഡ്രോൺ ഉടൻ തന്നെ റവല്യൂഷണറി ഗാർഡിന്റെ അത്യാധുനിക പ്രതിരോധ മിസൈൽ സംവിധാനങ്ങളുടെ നിരീക്ഷണ വലയത്തിലായി. തൊട്ടു പിന്നാലെ വെടിവെച്ചിടുകയുമായിരുന്നു എന്ന് IRGC അറിയിച്ചു. ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള ഏതൊരു കടന്നുകയറ്റവും കടുത്ത രീതിയിൽ നേരിടുമെന്ന് ആയിരുന്നു IRGCയുടെ മുന്നറിയിപ്പ്. ഇതിന് പിന്നാലെയാണ് ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് അമേരിക്കൻ സേന ആക്രമണം നടത്തിയത്. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് തന്നെ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇറാനിലെ നഗരത്തിലും ഹെഷാം ദ്വീപിലുമുള്ള ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്ക ആക്രമണം നടത്തിയത്. മേഖലയിലെ കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാണെന്ന് കണ്ടെത്തിയ ഇറാനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷൻ, 2 ഡ്രോണുകൾ എന്നിവ തകർക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞതായി ഈ സെൻട്രൽ കമാൻഡ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് അവകാശപ്പെട്ടത്. തങ്ങളുടെ യുദ്ധക്കപ്പലുകൾക്കും പ്രദേശത്തെ സുരക്ഷയ്ക്കും ഭീഷണിയായ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിക്കുന്നത്. മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളെന്നും തങ്ങളുടെ സൈന്യത്തെയും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ തുടരുമെന്നും അധികൃതർ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു. അതായത് അടിയുണ്ടായാൽ തിരിച്ചടി ഉറപ്പാണ് എന്ന തരത്തിൽ ഇരു രാഷ്ട്രങ്ങളും നിലപാട് കടുപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിനു മറുപടിയായി അമേരിക്കൻ സൈനിക താവളത്തെ ലക്ഷ്യമാക്കി തിരിച്ചടിച്ചു എന്നതായിരുന്നു ഇറാൻ വ്യക്തമാക്കിയത്. ഡ്രോൺ ആക്രമണം ഉണ്ടായതായി കുവൈറ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ സേനാ താവളങ്ങൾ ഉള്ള ഗൾഫ് മേഖലയെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ഇറാൻ തിരിച്ചടിക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സമാധാനത്തിനരികിൽ നിന്ന് വീണ്ടും വലിയ ഏറ്റുമുട്ടലുകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് സാഹചര്യം. മറ്റൊരു ഏറ്റുമുട്ടൽ തെക്കൻ ഹോർമുസ്ഗാൻ പ്രവിശ്യയിലുള്ള സിറിക് ദ്വീപിൽ ടെലികമ്മ്യൂണിക്കേഷൻ ടവർ തകർത്തതിന് തിരിച്ചടിയായി അമേരിക്കയുടെ എയർബേസ് തകർത്തു എന്ന അവകാശവാദവുമായി ഇറാൻ രംഗത്തു വരുന്നു. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ മെഹർ ന്യൂസ് ഏജൻസിയെ ഉദ്ധരിച്ചാണ് അനദളു ഏജൻസി ഈ വിവരം റിപ്പോർട്ട് ചെയ്തത്. സിറിക് ദ്വീപിലെ ഇറാന്റെ ആശയവിനിമയ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്താൻ അമേരിക്കൻ സൈന്യം ഉപയോഗിച്ച വ്യോമത്താവളത്തെ ലക്ഷ്യമിട്ടാണ് തങ്ങൾ പ്രത്യാക്രമണം നടത്തിയതെന്ന് IRGC പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. IRGCയുടെ എയ്റോസ്പേസ് ഫോഴ്സാണ് ഈ ദൌത്യം നിർവഹിച്ചത്. അമേരിക്കയുടെ ആക്രമണം നടന്ന ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഈ ശക്തമായ തിരിച്ചടി നൽകിയെന്നൊരു അവകാശവാദവും അവർ ഉന്നയിക്കുന്നു. മുൻകൂട്ടി നിശ്ചയിച്ച എല്ലാ ലക്ഷ്യങ്ങളും വിജയകരമായി തകർക്കാൻ തങ്ങളുടെ സേനയ്ക്ക് സാധിച്ചതായി ഇറാൻ അവകാശപ്പെട്ടു. തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ലെന്ന ശക്തമായ മുന്നറിയിപ്പും ഇറാൻ നൽകുന്നു. ഇങ്ങനെയൊരു ആക്രമണം ഇനിയുണ്ടായാൽ അതിനോടുള്ള പ്രതികരണം അതേ വലിപ്പത്തിലും സ്വഭാവത്തിലും തിരിച്ചും നൽകും എന്ന സൂചനയാണ് IRGC നൽകുന്നത്. ഭാവിയിൽ ഉണ്ടാകുന്ന ഏതൊരു സംഘർഷാവസ്ഥയുടെയും പൂർണ്ണ ഉത്തരവാദിത്തം അമേരിക്കയ്ക്കായിരിക്കുമെന്നും IRGC കൂട്ടിച്ചേർത്തു. അപ്പോൾ അങ്ങനെ ആക്രമണവും പ്രത്യാക്രമണവും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തും എന്നത് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. അതേസമയം ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന അവകാശവാദങ്ങളുമുണ്ട്. ഈ ആക്രമണങ്ങൾ നടക്കുന്നതിന് ഇടയിൽ തന്നെ ട്രംപിന്റെ ഒരു ഭീഷണി കൂടി വരുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ വളരെ നല്ലൊരു കരാറിലേക്ക് എത്താറായി എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. എന്നാൽ അമേരിക്ക ഉദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതിന് അവസാനം കുറിക്കും എന്ന ഒരു ഭീഷണി കൂടി ട്രംപ് മുഴക്കിയിട്ടുണ്ട്. ഫോക്സ് ന്യൂസ് അഭിമുഖത്തിലായിരുന്നു ട്രംപ് ഈ ഭീഷണി മുഴക്കിയത്. നമ്മൾ വളരെ നല്ലൊരു കരാറിലേക്ക് അടുത്തിരിക്കുകയാണ്. അനാവശ്യ തിടുക്കം കൂട്ടിയാൽ നല്ലൊരു കരാറിലെത്താൻ സാധിക്കില്ല. പതുക്കെയാണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉറപ്പാക്കും നേടിയെടുക്കും എന്നതാണ് ട്രംപ് പറയുന്നത്. ഇനി നാം വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ മറ്റൊരു രീതിയിൽ അതിന് അവസാനം കാണും എന്നും ട്രംപ് പറയുകയാണ്. എന്താണ് ഈ മറ്റൊരു രീതി? എന്താണ് ഈ മറ്റൊരു വഴി?
ട്രംപ് തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട് തുടർന്നുള്ള വരികളിൽ. യുദ്ധവകുപ്പ് വഴി കാര്യങ്ങൾ തുടങ്ങുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് നൽകുന്നത്. ഇറാന്റെ നാവികസേനയും വ്യോമസേനയും പൂർണ്ണമായും തകർക്കപ്പെട്ടതിനാൽ അമേരിക്കയ്ക്ക് അവരുടെ മേൽ ശക്തമായ സ്വാധീനമുണ്ട് എന്നതാണ് ട്രംപ് അവകാശപ്പെടുന്നത്. എങ്കിലും ഇറാന്റെ നേതൃത്വത്തിലുള്ള ചിലർ മിതവാദികളായതിനാലാണ് അവരുടെ സൈന്യത്തെ അമേരിക്ക പൂർണ്ണമായും ഇല്ലാതാക്കാത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ ട്രംപ് ഇപ്പോഴും സമാധാനത്തിന്റെ പാതയിൽ ചർച്ചകൾ നടക്കുന്നതിനുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് പറയും, അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭീഷണി സന്ദേശങ്ങൾ നൽകുകയും കൂടിയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇറാനിലെ അധികാരങ്ങൾക്കിടയിലെ ഭിന്നതയിലേക്ക് കൂടി വിരൽ ചൂണ്ടുകയാണ് ട്രംപ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചതായ റിപ്പോർട്ടും വലിയ രീതിയിൽ പരന്നത്. പരമോന്നത നേതാവിന്റെ ഓഫീസിന് അദ്ദേഹം രാജിക്കത്ത് കൈമാറിയതായാണ് വിവരം പുറത്തുവന്നത്. ഇറാൻ ഇന്റർനാഷണലിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത്. സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് തന്റെ സർക്കാരിനെ ഒഴിവാക്കുന്നതും തീവ്ര നിലപാടുള്ള വിഭാഗത്തിന് ഭരണത്തിൽ അമിതമായ സ്വാധീനം കിട്ടുന്നതുമാണ് പ്രസിഡന്റിനെ രാജിക്ക് പ്രേരിപ്പിച്ചത് എന്ന തരത്തിൽ വരെ വാർത്തകൾ നിറഞ്ഞു. പ്രസിഡന്റിനെ ഒഴിവാക്കി ഭരണപരമായ പല തീരുമാനങ്ങളും കൈക്കൊള്ളുന്നതിൽ അദ്ദേഹം കടുത്ത നീരസം പ്രകടിപ്പിച്ചു എന്നതാണ് പുറത്തുവന്ന വിവരം. രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിൽ സായുധ സേനയായ IRGC ഉൾപ്പെടെ അമിതമായി ഇടപെടുന്നതിലും പെഷസ്കിയാൻ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇത്തരം ഇടപെടലുകൾ കാരണം ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി എന്നൊക്കെയുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അതാണ് അദ്ദേഹത്തിന്റെ രാജിയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നൊക്കെയുള്ള വാർത്തകൾ വന്നു. എന്നാൽ ഈ വാർത്തകളൊക്കെ നിഷേധിച്ചിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ. പിന്നീട് രാജ്യം സങ്കീർണമായ രാഷ്ട്രീയ സാമ്പത്തിക വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും എന്നാൽ ഏത് സാഹചര്യത്തെയും നേരിടാൻ സർക്കാർ സജ്ജമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രസിഡന്റ് എന്ന നിലയിലുള്ള തന്റെ ചുമതലകൾ സാധാരണ പോലെ തന്നെ താൻ തുടരുകയാണ് എന്ന് പെഷസ്കിയാൻ അറിയിച്ചു. നിലവിലുള്ള പ്രതിസന്ധികളുടെ വ്യാപ്തിയെക്കുറിച്ച് പൊതുജനങ്ങളോട് പൂർണ്ണ സുതാര്യത പുലർത്തുമെന്നും പ്രശ്നങ്ങൾ ഇറാൻ ജനതയ്ക്ക് മുന്നിൽ മറച്ചുവെക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസിഡന്റ് രാജി സമർപ്പിച്ചിട്ടില്ലെന്നും വരാനിരിക്കുന്ന ഔദ്യോഗിക പരിപാടികളെല്ലാം നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുമെന്നും ഇറാൻ പ്രസിഡൻഷ്യൽ പാലസും ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചതോടുകൂടി ആ അഭ്യൂഹങ്ങൾ, നേരത്തെ പ്രചരിച്ച വാർത്തകളെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇറാനിൽ ഭരണാധികാരികൾക്കിടയിലും സേനയും ഭരണകർത്താക്കളും തമ്മിലും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരുന്നുണ്ട് എന്ന വാർത്ത പലപ്പോഴായി പുറത്തു വരുന്നുണ്ട്. അത് വലിയ രീതിയിൽ ഒരുമിച്ച് നീങ്ങുന്നതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു. അതിനിടയിലാണ് എന്തായാലും പെഷസ്കിയാന്റെ രാജി സംബന്ധിച്ചുള്ള വാർത്തകൾ കൂടി പറയുന്നത്. എന്തായാലും ഇറാൻ ഇപ്പോൾ അത് തള്ളിക്കളയുന്നു. പെഷസ്കിയാൻ തന്നെ നേരിട്ട് ആ വാർത്തകൾ നിഷേധിച്ചിരിക്കുകയാണ്. പിന്നെ എന്താണ് ഈ ചർച്ചയിലുണ്ടാകുന്ന തടസ്സം? ഇറാനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകാത്തതിന് പ്രധാന തടസ്സം അമേരിക്കയുടെ മാറിക്കൊണ്ടിരിക്കുന്നതും പരസ്പര വിരുദ്ധവുമായ ആവശ്യങ്ങളാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി ആരോപിച്ചിരിക്കുന്നു. അമേരിക്ക നിരന്തരം നിലപാടുകൾ മാറ്റുകയും പുതിയ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നതിനൊപ്പം മാധ്യമങ്ങളിലൂടെ വിരുദ്ധമായ സന്ദേശങ്ങൾ നൽകുന്നതും ചർച്ചാ പ്രക്രിയ നീണ്ടുപോകാൻ കാരണമാകുന്നു എന്നതാണ് ഇറാൻ ഇപ്പോൾ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഇറാനിലെ തീവ്ര നിലപാടുകാരും മിതവാദികളും തമ്മിലുള്ള തർക്കവും കാരണമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു ഭാഗത്ത് ട്രംപിന്റെ സ്ഥിരതയില്ലാത്ത നിലപാടുകൾ എന്ന് ഇറാൻ ആരോപിക്കുന്നു. അതേസമയം ട്രംപ് തിരിച്ച് ഇറാനിലെ ഭിന്നതകളാണ് ഈ സമാധാന കരാർ ഉണ്ടാകുന്നതിന് തടസ്സം എന്ന് സൂചിപ്പിക്കുകയാണ്. ഇന്ന് യഥാർത്ഥത്തിൽ ട്രംപ് വിരൽ ചൂണ്ടിയത് ഇറാനിലെ വ്യത്യസ്ത നിലപാടുകൾ പുലർത്തുന്ന നേതാക്കൾ, സൈന്യവും ഭരണകൂടവും തമ്മിലുള്ള ഭിന്നത എന്നതിലേക്കൊക്കെയാണ്. എന്തായാലും യുദ്ധം നീണ്ടുപോകുന്നത് വലിയ ആഭ്യന്തര പ്രശ്നം ട്രംപിന് സൃഷ്ടിക്കുന്നുണ്ട്. അത് നമ്മൾ പലകുറി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. സമാധാനത്തിന്റെ പ്രസിഡന്റ് യുദ്ധത്തിന്റെ വക്താവായി മാറിയിരിക്കുന്നു എന്ന വിമർശനമാണ് അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് ട്രംപ് നേരിടുന്നത്. അവരോട് ട്രംപ് ഇന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞ ഒരു കാര്യം, നിരന്തരമായി ഇത്തരം വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കുന്നത് ഫലപ്രദമായി കാര്യങ്ങൾ നീക്കുന്നതിന് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നാണ്. വാഷിംഗ്ടണുമായി ഒരു കരാറിലെത്താൻ ഇറാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏതൊരു കരാറും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഗുണം ചെയ്യുമെന്ന് ഉള്ള ഒരു ആത്മവിശ്വാസവും ട്രംപ് പ്രകടിപ്പിച്ചു. നന്നായി വിലപേശാൻ തനിക്കറിയാം, അത് കഴിയുന്ന സാഹചര്യവും തന്നെ സംബന്ധിച്ചുണ്ട്. പക്ഷേ ചിലരുടെ ചിലപ്പ് തൻ്റെ വിലപേശൽ ശേഷിയെ ബാധിക്കുകയാണ് എന്നതാണ് ട്രംപ് ചൂണ്ടിക്കാട്ടിയത്. അതായത് റിപ്പബ്ലിക്കൻസും
ഡെമോക്രാറ്റ്സും പൂർണ്ണ പിന്തുണ തനിക്ക് നൽകണം. നിങ്ങളിങ്ങനെ ചിലച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല എന്നതാണ് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഒരുമിച്ച് നിന്നാൽ ഇറാനെ മുട്ടുകുത്തിക്കാമെന്ന ആത്മവിശ്വാസമാണ് ട്രംപ് പ്രകടിപ്പിക്കുന്നത്. ഇന്ന് ട്രൂത്ത് സോഷ്യലിലൂടെ അദ്ദേഹം അമേരിക്കയിലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നതും ആ യോജിച്ചുള്ള പിന്തുണ തനിക്ക് തരൂ എന്നതാണ്. എന്തായാലും യോജിച്ചു നിന്നാൽ ഇറാനെ മുട്ടുകുത്തിക്കാം എന്നതാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.